രാമായണ കഥ കുട്ടികൾക്ക്. ഇക്ഷ്വാകു വംശത്തിലെ 61ാമത്തെ രാജാവാണ് ദശരഥൻ. യഥാർത്ഥ പേര് നേമി. ഒരു മാന്ത്രികനെ പോലെ അദ്ദേഹം അശ്വരഥ മൂടിക്കും. യുദ്ധരംഗത്ത് ഒരേ സമയം നേമി 10 ദിക്കിൽ നിൽക്കുന്നത് കാണാം. 8 ദിക്കുകളിലും, പിന്നെ ഭൂമിയിലും ആകാശത്തും. ഏതാണ് നേമിയെന്നു പോലും തിരിച്ചറിയാൻ കഴിയാതെ ശത്രു പതറിപ്പോകും. അങ്ങനെയാണ് അദ്ദേഹത്തിനു ദശരഥൻ എന്ന പേര് കിട്ടിയത്. പക്ഷേ ഈ സാഹചര്യത്തിലും രാജാവ് ദുഃഖിതനാണ്. കാരണം അദ്ദേഹത്തിനു മക്കളില്ല. ദക്ഷിണ കോസലത്തിലെ രാജകുമാരി കൗസല്യയെയാണ് അദ്ദേഹം ആദ്യം വിവാഹം കഴിച്ചത്. ഒരുപാട് കാലം കഴിഞ്ഞിട്ടും അവർക്ക് കുട്ടികളുണ്ടായില്ല. രാജ്യാവകാശിയായ ഒരു പുത്രനു വേണ്ടി അദ്ദേഹം 2ാമതും 3ാമതും വിവാഹം കഴിച്ചു. അങ്ങനെ കാശിയിലെ രാജകുമാരി സുമിത്രയും കേകയ രാജ്യത്തെ രാജകുമാരി കൈകേയിയും അദ്ദേഹത്തിൻ്റെ പത്നിമാരായി. എന്നിട്ടും അദ്ദേഹത്തിനൊരു രാജ്യാവകാശിയെ കിട്ടിയില്ല. ഒരു പുത്രൻ പിറന്നില്ല. ആ പുത്രദുഃഖം അദ്ദേഹത്തെ സദാ അലട്ടി. തനിക്കു പ്രായമേറുകയാണ്. തൻ്റെ കാലം കഴിഞ്ഞാൽ കോസലം അനാഥമാകും. ഈ ഘട്ടത്തിലാണ് അദ്ദേഹം മഹാമുനി വസിഷ്ഠനെ വരുത്തിയത്. സപ്തർഷികളിൽ ഒരാളാണ് വസിഷ്ഠൻ. വസിഷ്ഠൻ വന്നു. അദ്ദേഹം മന്ത്രിയായ സുമന്ത്രരുമായി കൂടിയാലോചിച്ചു. രാജാവിൻ്റെ ദുഃഖത്തിന് തക്ക പരിഹാരവും നിർദ്ദേശിച്ചു. പുത്രകാമേഷ്ടി. അതൊരു യാഗമാണ്. അത് നടത്തിയാൽ രാജാവിൻ്റെ പുത്രദുഃഖം അകലും. രാജാവിന് മക്കൾ പിറക്കും. അങ്ങനെ പുത്രകാമേഷ്ടി എന്ന മഹായാഗത്തിനു വേണ്ട ഒരുക്കം തുടങ്ങി. ദിവസങ്ങളോളം ആ യാഗം നീണ്ടുനിന്നു. അതിൻ്റെ അന്ത്യത്തിൽ സംതൃപ്തരായ ദേവഗണങ്ങൾ ദിവ്യൌഷധങ്ങൾ ചേർത്ത ഒരു പായസക്കൂട്ട് നൽകി. അഗ്നിദേവൻ സ്വന്തം രൂപത്തിലെത്തി ആ പായസക്കൂട്ട് മഹാരാജാവിനു നൽകി അനുഗ്രഹിച്ചു. അത് അപ്പോൾ തന്നെ തൻ്റെ ഇരുവശത്തുമായിരുന്ന കൗസല്യാദേവിക്കും കൈകേയിക്കുമായി രാജാവ് വീതിച്ചു നൽകി. അതുമായി എഴുന്നേറ്റ കൗസല്യാദേവി തൻ്റെ പങ്കിൽ പകുതി അനിയത്തിയായ സുമിത്രയ്ക്ക് നൽകി. അതു കണ്ട കൈകേയിയും തൻ്റെ പങ്കിൽ പകുതി സുമിത്രാദേവിക്ക് നൽകി. അങ്ങനെ വൈകാതെ രാജ്ഞിമാർ ഗർഭം ധരിച്ചു. 2 പങ്കു കഴിച്ച സുമിത്ര ഇരട്ടക്കുട്ടികളെയാണ് ഉദരത്തിൽ വഹിച്ചത്. അങ്ങനെ കാലം തികഞ്ഞപ്പോൾ ദശരഥന് 4 പുത്രന്മാർ ജനിച്ചു. ആദ്യം പ്രസവിച്ചത് കൗസല്യയാണ്. മൂത്തവനായ അവനു ശ്രീരാമൻ എന്ന പേര് വെച്ചു. എല്ലാവരും രാമൻ എന്ന് വിളിച്ചു. അവൻ ജനിച്ചപ്പോൾ കണ്ട കാഴ്ച കൗസല്യാദേവിയെ പോലും ഞെട്ടിച്ചു കളഞ്ഞു. അവന് 4 കൈകൾ. ആ കുഞ്ഞു കൈകളിൽ ശംഖും ചക്രവും ഗദയും താമരയും. തലയിൽ രത്നകിരീടം, അരയിൽ മഞ്ഞപ്പട്ടും അതിനു മുകളിൽ സ്വർണ്ണ നിറത്തിലുള്ള അരപ്പട്ടയും, ദേഹമാസകലം ആഭരണങ്ങൾ. അവൻ്റെ നിറമാണെങ്കിലോ വെട്ടിത്തിളങ്ങുന്ന നീലനിറം. വിശ്വപാലകനായ മഹാവിഷ്ണുവിൻ്റെ തനി സ്വരൂപം. സാക്ഷാൽ മഹാവിഷ്ണു ഒരു ശിശുവായതുപോലെ. പിറന്ന് അടുത്ത നിമിഷം തന്നെ ആ ദിവ്യ ശിശു അപ്രത്യക്ഷനുമായി. അവിടെ ഒരു സാധാരണ ശിശു കൈകാലുകൾ ഇളക്കി ഉച്ചത്തിൽ കരയുന്നതാണ് കൗസല്യ പിന്നീട് കണ്ടത്. തുടർന്ന് മറ്റു 2 റാണിമാരും പ്രസവിച്ചു. കൈകേയിയുടെ പുത്രൻ ഭരതൻ. അവനും ഒരു ദിവ്യ ശിശു തന്നെ. വിഷ്ണുവിൻ്റെ കയ്യിലെ മഹാശംഖം മനുഷ്യരൂപത്തിൽ അവതരിച്ചതാണ് ഭരതൻ. അതായത് രാമനോളം തന്നെ ദിവ്യനാണ് ഭരതനും. യഥാകാലം സുമിത്രയ്ക്ക് ജനിച്ചത് 2 പുത്രന്മാരാണ്. ഒന്ന് ലക്ഷ്മണനും മറ്റേത് ശത്രുഘ്നനും. അവരും വിഷ്ണുവിൻ്റെ അംശങ്ങൾ തന്നെ. പാലാഴിയാണ് വിഷ്ണുവിൻ്റെ ആസ്ഥാനം. അവിടെ 1000 തലയുള്ള ആദിശേഷൻ്റെ പുറത്താണ് മഹാവിഷ്ണു യോഗനിദ്രയിൽ മുഴുകിക്കിടക്കുന്നത്. അതൊരു മഹാസർപ്പമാണ്. ആ ആദിശേഷനാണ് ലക്ഷ്മണനായി പിറന്നത്. ശത്രുഘ്നനും ദൈവാംശം തന്നെ. വിഷ്ണുദേവൻ്റെ ചൂണ്ടുവിരലിൽ അനന്തവേഗത്തിൽ സദാ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സുദർശനം എന്ന ചക്രമാണ് ശത്രുഘ്നനായി അവതരിച്ചത്. അതുകൊണ്ടൊന്നും തീർന്നില്ല. ദേവഗണം മുഴുവൻ ഈ ഭൂമിയിൽ അവതരിച്ചിട്ടുണ്ട്. മനുഷ്യനായി അവതരിക്കുന്ന വിഷ്ണുദേവന് തുണ നൽകാനാണ് എത്തിയത്. അവരെ കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയാം.
അവരാരും മനുഷ്യരോ അസുരന്മാരോ ദേവന്മാരോ ഒന്നുമല്ല. എല്ലാവരും വാനരന്മാരുടെ രൂപത്തിലാണ് പിറന്നത്. ഈ അവതാരത്തിനെല്ലാം ഒരു ലക്ഷ്യമുണ്ട്. അത് രാവണനെ വധിക്കുക, ഭൂമിയിൽ ധർമ്മം സ്ഥാപിക്കുക എന്നതാണ്. ആരാണ് രാവണൻ? ആ കഥ പിന്നെ പറയാം.